ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹണി കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ലോ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നിറയെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലെയിം കൂടി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേൻ ചേർത്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 75 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നോർമൽ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഹണി കേക്കിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഈ ബ്രൗൺ ഷുഗറും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ തേനും ഇതെല്ലാം കരിഞ്ഞു പോവും, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതെല്ലാം ചെയ്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഒരു ക്യാരമൽ പോലെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫാക്കിയിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് വേണം മുട്ടയൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് കരിഞ്ഞു പോകാനുള്ള ഇത് വരരുത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ് ഈ ഒരു കേക്കിലേക്ക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ട് തന്നെ ആ മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ക്യാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള ഹണിയുടെയും ബ്രൗൺ ഷുഗറിൻ്റെ ഒക്കെ ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുപ്പായിട്ട് വേണം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടോടെ തന്നെ ഈ ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ ചൂട് കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കാം. 3.5 കപ്പോളം മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 3 കപ്പ് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടും ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ മൈദയുടെ അളവിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ കൂടിയേ കുറേയൊക്കെ ചെയ്യും. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3.5 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായി കിട്ടും. കയ്യിലൊട്ടാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കട്ടിയാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പൊക്കെ വെള്ളം തന്നെ മതിയാവും. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹണി ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ ചേർത്ത് ഒരു ചെറിയ ചൂടിൽ ഹണി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയപ്പോൾ 1 കപ്പ് പാലുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് തണുക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ മാവൊക്കെ ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഇനി ഇത് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ കയ്യിലൊട്ടാതിരിക്കാനായിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിന്ന് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണ് ഹണി കേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ബോൾസ് റെഡിയാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 16-17 ബോളാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ സൈസിലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് ഒരു സൈസിൽ പരത്തിയിട്ട് കേക്കാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇത് ചെറിയ സൈസിലാണ് റെഡിയാക്കുന്നത്. എന്നിട്ട് 2 കേക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഏത് സൈസിലാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കുമിളകൾ പോലെ ആയി വരും. കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഷേപ്പ് കിട്ടാതെ വരും. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് 5 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് പെട്ടെന്ന് ബേക്കായി കിട്ടും. അപ്പോൾ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തതാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. 5 മിനിറ്റ് തന്നെ മതിയാവും 180 ഡിഗ്രിയിൽ. അപ്പോൾ ആദ്യം വെച്ചത് 2ഉം ബേക്കായി വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ ബട്ടർ പേപ്പറിൽ നിന്ന് ഇളകി വരും. ഇപ്പോൾ ഞാൻ ആ പരത്തിയിരുന്നത് ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റത്തത് പൊടിച്ച് കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിലേക്ക് ഞാൻ വിക്ടോറിയയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സൗദി പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു ക്രീമാണ്. നമുക്ക് ഡയറി വിപ്പിംഗ് ക്രീമിനെക്കാട്ടിലും കൂടുതലായിട്ട് നല്ലപോലെ കിട്ടുന്നത് ഈ ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് ഐസിങ് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിനി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു യോഗേർട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഹണിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഇത് വെറ്റ് ചെയ്യുമ്പോൾ ഈ പുറമേ ഉള്ള ഭാഗത്ത് വെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഉള്ളിലായിട്ട് വെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ 2ാമത്തെ പീസ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേപോലെ താഴെ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് അങ്ങ് ആ സിറപ്പ് പിടിക്കും. അപ്പോൾ ഓരോ ലെയറായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം ക്രീം മതി ഓരോ ലെയറിലായിട്ടും. ഇപ്പോൾ ലെയറെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആയിട്ട് കുറച്ച് മാത്രം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട. നമ്മൾ ആ ഒരു ഇതിൻ്റെ ഒരു പീസ് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ബേക്ക് ചെയ്ത ആ ഒരു ഹണി കേക്കിൻ്റെ പീസ് ഇതുപോലെ പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ പൊടിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ വേണം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് നന്നായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. സൈഡിലേക്കും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്ക് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. കുറഞ്ഞതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ ഈ ഹണി കേക്കൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടൂ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹണി കേക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. ഈ ഒരു ഹണി കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്